ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുണ്ട്. അതിന്നത് ചെയ്യും. ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി, ബി ഈക്വൽ ടു സെറ്റ് എക്സ് വൈ, then write A cross B. ക്വസ്റ്റ്യൻ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 2, ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഈസ് ഗിവൺ ബിലോ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് 3 സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 2. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ സി, ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതണം. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ? എ ക്രോസ് ബി കാണാൻ വളരെ എളുപ്പമാണ്. ഇത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുക. ഞാനിവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതേ ഓർഡറിലാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസും പിന്നെ പ്രതീക്ഷിക്കാവുന്നതും അതാണ് ചെയ്യുന്നത്. നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുന്ന പോലെ നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ കഴിയും. അതിൻ്റെ കോൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒപ്പം പഠിച്ചു പോവാം. ഇത് ഓൾറെഡി പഠിച്ചതല്ലേ എ ക്രോസ് ബി കാണാൻ. അപ്പോൾ ആൻസർ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ക്രോസ് ബി ഈക്വൽ ടു എന്ത് ചെയ്യുക? അറിയാലോ അല്ലേ? എയിലെ ഓരോരുത്തരും എടുക്കുക, മറ്റേ ബി ആയിട്ട് പെയർ ചെയ്യുക. അപ്പോൾ എ എടുത്തു, എ എക്സ് എ വൈ, കണ്ടില്ലേ? എ എക്സ് എ വൈ. ബി എടുക്കുക, അതേപോലെ ബി എക്സ് ബി വൈ. വീണ്ടും സി എടുക്കുക, സി എക്സ് സി വൈ. എന്നിട്ട് സെറ്റ് ക്ലോസ് ചെയ്താൽ എന്തായി? എ ക്രോസ് ബി ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 2. ഗ്രാഫ് നോക്കുക, എന്നിട്ട് അതിൽ എക്സിന് 2 ആവുമ്പോൾ വൈയുടെ വാല്യൂ, അതാണ് എഫ് ഓഫ് 2 എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സിന് നമ്മൾ 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? അതാണ് എന്ത്? എഫ് ഓഫ് 2 എന്ന് പറയുന്നത്. നോക്കിയേ, എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ നോക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ ഈ പോയിൻ്റ് അല്ലേ? ഇതെന്താണ്? 3 അല്ലേ? അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. വളരെ എളുപ്പമാണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ നേരെ നോക്കുക, വൈയുടെ വാല്യൂ ഈ പോയിൻ്റ് ഇവിടെ കണ്ട 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 2ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഫ് ഓഫ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ ബി? റൈറ്റ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. റേഞ്ച് എന്ന് പറയുന്നാൽ എന്താ? ഈ ഗ്രാഫിൽ എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ഉണ്ടല്ലേ? ആ വൈ വാല്യൂസിൻ്റെ സെറ്റാണ് എന്ത്? റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണുന്ന പോയിന്റുകൾ എവിടെ തൊട്ട് തുടങ്ങുന്നത്? 1 തൊട്ട് തുടങ്ങുന്നു അല്ലേ? 1 പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഗ്രാഫ് അല്ലേ? ഇതിവിടെ വെച്ച് നിർത്തിയേക്കപ്പോൾ 1 തൊട്ടാണ് അത് പോകുന്നത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്നാണ്. അപ്പോൾ 1 തൊട്ട് തുടങ്ങുന്ന എല്ലാ റിയൽ നമ്പറും എന്തിൽ വരും? ഈ റേഞ്ചിൽ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 1 തൊട്ട് 1 ഇൻക്ലൂഡഡ് ആണ് അല്ലേ? 1 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. 1 ഇൻക്ലൂഡഡ് ആണെന്നുള്ള നമ്മൾ എന്ത് എഴുതും? ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇട്ട് എഴുതും. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 ഇട്ടിട്ട് കോമ, പിന്നെ അത് ഇൻഫിനിറ്റിയിൽ പോവാം. ഇൻഫിനിറ്റി ഇട്ടിട്ട് ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ എഴുതാം, ബ്രാക്കറ്റ് ഇടാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. ക്വസ്റ്റ്യൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയും ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അതിലെ ഗ്രാഫുകൾ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗ്രാഫ് തന്നിട്ട് ഇതുപോലെ ഗ്രാഫ് തരും, എന്നിട്ട് ഇത് ഏതിൻ്റെ ഗ്രാഫാണെന്ന് ചോദിക്കും. ഈ ഷേപ്പ് ഓർമ്മയില്ലേ? നമ്മൾ 1-2 പ്രോബ്ലംസ് ഇങ്ങനത്തെ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഇനി നോക്കുക, ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. എ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് പ്ലസ് 1. ബി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് മൈനസ് 1. സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. ഡി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1. ഇതിൽ കൂടുതൽ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുക, നമ്മൾ വാല്യൂ ഒന്നും കൊടുത്ത് ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട. ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ മോഡ് എക്സ് മാത്രം എടുത്തപ്പോഴേ ഈ പോയിന്റിൽ ഇത് ഈ ഷാർപ്പൻ ഈ വിയുടെ ഈ പോയിന്റ് ഇത് ഇവിടെ വന്നിരുന്നത് 0, 0 ഇപ്പോൾ ഒരു 1 യൂണിറ്റ് മുകളിലോട്ടല്ലേ? 1 യൂണിറ്റ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. ഈ ഷാർപ്പൻ പോയിന്റ് വിയുടെ ഈ പോയിന്റ് ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ 1 യൂണിറ്റ് മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെന്ന് എഴുതുക? മോഡ് എക്സ് പ്ലസ് 1. അതാണ് എന്ത്? കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണത്?
ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. എന്ത് മോഡ് എക്സ് പ്ലസ് 1. എന്താ കാരണം? ഒരു യൂണിറ്റ് നീങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. ഇനി ഒരു യൂണിറ്റ് താഴെ ഇങ്ങോട്ടായിരുന്നെങ്കിലോ? അപ്പോൾ എന്തായിരിക്കും? മോഡ് എക്സ് -1. അതങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ, ഈ ബ്രാക്കറ്റിലുള്ളതിൽ കറക്റ്റ് ആൻസർ മോഡ് എക്സ് പ്ലസ് 1 ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് എഫ് ഇസ് എ സിഗ്നം ഫംഗ്ഷൻ ദെൻ എഫ് ഓഫ് 100 ഇസ് ഈക്വൽ ടു ഡാഷ്. അതിലും എ ബി സി 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ബി, ലെറ്റ് എഫ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 1 2 3 0 -1 -1 -3. B, a function from integers to integers defined by f of x is equal to ax plus b for some integers a comma b. Determine a comma b. A യുടെയും b യുടെയും വാല്യൂ കാണണം. Question C, let g of x is equal to 2 minus 3x, x belongs to R, real numbers, comma x greater than 0, and h of x is equal to x square minus 3x plus 2. Find, അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ 2, ഡൊമൈൻ ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ്. ഓരോന്നായി ചെയ്യാം നമുക്ക്. ആദ്യത്തെ സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് സിഗ്നം ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 ഇഫ് എക്സ് ലെസ് ദാൻ 0. അതായത് എക്സിൻ്റെ വാല്യൂ 0നേക്കാളും വലുതാവാം. പോസിറ്റീവ് വാല്യൂ ആയിക്കഴിഞ്ഞാൽ അതിന് എത്ര വലിയ എഫ് ഓഫ് എക്സ് കണ്ടാലും നമുക്ക് 1 ആണ് ആൻസർ. എഫ് ഓഫ് 100 കണ്ടാലും 1 ആണ്, എഫ് ഓഫ് 1000 ആയാലും 1 ആണ്. ഏത് നമ്പർ ആയാലും പോസിറ്റീവ് നമ്പറിൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് 100 അല്ലേ? അതെന്താ വരിക? 1 ആണ് വരിക കേട്ടോ. ഇനി അത് തന്നെ 0 ആണെങ്കിൽ, എഫ് ഓഫ് 0 ആണെങ്കിൽ 0 ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും എഫ് ഓഫ് -1 ആണെങ്കിൽ -1 ആണ് കേട്ടോ. എഫ് ഓഫ് -1 ആണെങ്കിൽ -1 ആണ് വരിക. ഇത് അറിയണം സിഗ്നം ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഫ് ഓഫ് 100 ഈക്വൽ ടു 1 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എയുടെയും ബിയുടെയും വില കാണാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണിത്. നോക്കാം എന്ത് തന്നിരിക്കണേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എളുപ്പത്തിന് പെട്ടെന്ന് വാല്യൂ കിട്ടാൻ വേണ്ടി ഞാൻ എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 ഈക്വൽ ടു എക്സ് ഉള്ളവിടത്ത് 0 കൊടുക്കുമ്പോൾ എ ഇൻറ്റു 0 പ്ലസ് ബി എന്ന് വരും, ബി എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കിയേ, ആ ഫംഗ്ഷനിൽ എഫ് ഓഫ് 0യുടെ വാല്യൂ എത്രയാണ്? എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് വൈയുടെ വാല്യൂ? -1 അല്ലേ? അപ്പോൾ എഫ് ഓഫ് 0 എന്താണ്? -1 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ബിയുടെ വാല്യൂ? നമുക്ക് കിട്ടി എഫ് ഓഫ് 0 ബി ആണെന്ന് കിട്ടി. ബിയുടെ എഫ് ഓഫ് 0യുടെ വാല്യൂ ഇതിലുണ്ട്, -1 ആണ്. ബി ഈക്വൽ ടു -1. എളുപ്പമല്ലേ? അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇവിടെ 0 കൊടുത്ത് ഇവിടെ ഈ ഭാഗം 0 ആയിട്ട് പോവും, അതുകൊണ്ടാണ് കൊടുത്തത്. ഇനി എന്ത് ചെയ്യാം? എഫ് ഓഫ് 1 കണ്ടു നോക്കി. എന്താണ് എഫ് ഓഫ് 1? എക്സിന് 1 കൊടുക്കുക. നോക്കാം, എഫ് ഓഫ് 1 എന്താണ്? എ ഇൻറ്റു 1 പ്ലസ് ബി അല്ലേ? എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണ്. എ പ്ലസ് ബി കിട്ടും. എഫ് ഓഫ് 1 ഇവിടെ എത്രയാണ്? എഫ് ഓഫ് 1 ഈക്വൽ ടു 1. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. എ പ്ലസ് ബി നമുക്ക് കിട്ടിയിരുന്നു -1 എന്നല്ലേ? അപ്പോൾ എ -1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എ -1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിൽ നിന്ന് എ എന്താണ്? എ ഈക്വൽ ടു 1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താ? എയുടെ വാല്യൂ 2 ആണ്, ബി -1 ആണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സി ചെയ്യാം. ക്വസ്റ്റ്യൻ സി നമുക്ക് 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ തന്നെ 2 സബ് ക്വസ്റ്റ്യൻസ് ആണ്. റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെ റേഞ്ച് കാണണം. എന്താണ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു 2 - 3x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് y എന്ന് എഴുതാം. y ഈക്വൽ ടു 2 - 3x. ഇനി റേഞ്ച് കാണാനായിട്ട് നമ്മൾ y ഈക്വൽ ടു 2 - 3x എന്ന് എഴുതിയില്ലേ? അതിനെ ഇങ്ങനെ എഴുതി, 2 - 3x ഈക്വൽ ടു y എന്ന് എഴുതി. അതെന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് വൈയിൽ കിട്ടണം. ഓക്കെ, 2 - 3x ഈക്വൽ ടു y. അപ്പോൾ -3x എന്താവും? -3x ഈക്വൽ ടു y. ഈ 2 അങ്ങോട്ട് പോയാൽ y -2 ആയി. മനസ്സിലായല്ലോ? ഇതിന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -(y - 2) ഡിവൈഡഡ് ബൈ 3 എന്ന് വരും.
മൈനസ് ഓഫ് വൈ മൈനസ് ടു എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ മൈനസിന് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ചില കുട്ടികൾ ഇവിടെ ബ്രാക്കറ്റ് ഇടില്ല, തെറ്റും. മൈനസ് ഓഫ് വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, മൈനസ് ഉള്ളിലോട്ട് പോകുമ്പോൾ എന്ത് വരും, മൈനസ് വൈ മൈനസ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ടു. അതിന് ഞാൻ ഇങ്ങനെ എഴുതി 2 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി. ഇനി നോക്കിയേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 2 മൈനസ് വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0. 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്നെഴുതി. അങ്ങനെയാണെങ്കിൽ ഈ 2നെ ഇവിടെ നിർത്തിയാൽ മൈനസ് വൈ അങ്ങോട്ട് പോയി 2 ഗ്രേറ്റർ ദാൻ വൈ എന്ന് കിട്ടും. 2 ഗ്രേറ്റർ ദാൻ വൈയുടെ മീനിങ് എന്താ, വൈ ലെസ് ദാൻ 2 അല്ലേ. നമുക്ക് വേണ്ട റേഞ്ച് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ ആണ്. വൈ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി, ലെസ് ദാൻ 2 എന്ന് കിട്ടി. അതായത് 2 ഇൻക്ലൂഡഡ് അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല കേട്ടോ, ലെസ് ദാൻ 2. അപ്പോൾ 2 വരെ ബാക്കിലോട്ട്, അത് ഇങ്ങനെ എഴുതാൻ തന്നെ റേഞ്ച് ഇസ് ഈക്വൽ ടു ബാക്കിലോട്ടാണ്. അപ്പോൾ -∞ മുതൽ 2 വരെ ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ എഴുതുക, -∞to എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡൊമൈൻ നോക്കാം. എന്താണ് ഡൊമൈൻ ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ്. നോക്കിയേ, ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ജി ഓഫ് എക്സ് എത്രയാണ്, 2 - 3x ആണ്, ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ് x² - 3x + 2. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഡൊമൈൻ കാണാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന എക്സിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ വരും എന്നുള്ളതാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. ഈ ഡിനോമിനേറ്ററിൽ x² - 3x + 2 അത് 0 ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, x² - 3x + 2നെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. അതെ, x² - 3x + 2 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, ഈ -3xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ടെണ്ണം കിട്ടിയ ആ രണ്ട് കോഎഫിഷ്യൻറ്റും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതണം, x² - 3xന് പകരം -2x - x പിന്നെ +2 അതേപോലെ തന്നെ എഴുതി. ഇപ്പോൾ -2xൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്, -xൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. -2 × -1 + 2 ശരിയായല്ലോ. ഇനി ഇത് -2x - x എന്ന് പറഞ്ഞാൽ -3x ആണ് അല്ലേ. അപ്പോൾ നമ്മൾ -3xനെ മാറ്റിയത് എന്തൊക്കെയാണ്, ഒരു -2ഉം -x എന്ന് പറയുന്ന -1ഉം അല്ലേ, -2 -1. അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറായിട്ട് ഇടേണ്ടത് എന്താണ്, x - 2 അല്ലേ. അപ്പോൾ x - 2 എന്ന് ഇടാം. ഇവിടെ -1 ആണ് പിന്നെ, അപ്പോൾ x - 1. അപ്പോൾ എന്നിട്ട് ഫാക്ടറായിട്ട് എഴുതാം. അപ്പോൾ x² - 3x + 2നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, x - 2 × x - 1 എന്ന് കിട്ടി. ഇനി ഡൊമൈൻ കാണാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ ഡിനോമിനേറ്റർ x - 2 × x - 1 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് കേസിലൊക്കെ ഇത് 0 ആവാം. ഓക്കെ, ഇവിടെ 2 ആയാൽ 2 - 2 0 ആയി. അപ്പോൾ 0 × പ്രോഡക്റ്റ് അത് 0 ആയി. അതേപോലെ 1 ആയാലും 0 ആയി. 1 - 1 0 ആയി. അപ്പോൾ ഇത് 0 ആയി. ഈ രണ്ട് വാല്യൂസ് നോക്കിയാൽ ബാക്കിയെല്ലാം ഡൊമൈനാണ്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും ഡൊമൈനിൽ ഇൻക്ലൂഡഡ് ആണ്. 2 നമ്പർ വരില്ല. ആരൊക്കെയാണ്, 1 ഉം 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1 2. 1 ഉം 2ഉം വരാത്തതുകൊണ്ട് അവരെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അതും ഡൊമൈനാണ്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് 2018 മറ്റൊന്ന് 2020 ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2018 ഞാൻ ഇയർ പറയാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചിലതിൽ ആ ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ ഞാൻ എഴുതിയിരുന്നു. ഇനി എഴുതിയില്ലെങ്കിലും ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏകദേശം 10ലും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10ഉം 12ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ ഇയർ പറയാറില്ല. എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിലും 3 ക്വസ്റ്റ്യനാണ്. വിച്ച് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ? അതാണ് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ബി, ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ f(x) = 1/x ഫ്രം ദി above graph. Question C, draw the graph of f(x) = x - 1 the whole square. 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ എന്നാണ്. 3 ഗ്രാഫ് തന്നിട്ട് ചോദിച്ചേക്കുന്നത്. ഇതിൽ
ഇതിലേത് ഗ്രാഫാണ് ഫങ്ഷൻ്റേതല്ലാത്തതെന്നാണ്. വളരെ സിമ്പിളാണത്. നമ്മൾ വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയും. ഒരു ലൈൻ വരയ്ക്കുക ഈ ഗ്രാഫിലൊക്കെ. അത് 2 പോയിന്റിൽ ഒന്നിലും കൂടുതൽ പോയിന്റിൽ ആ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫങ്ഷൻ അല്ല. അപ്പോൾ അത് ഇവിടെ മാത്രമാണ്. ഇവിടെ നോക്കി, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ 2 പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ക്വസ്റ്റ്യൻ സി ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. എന്ത് ഇത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സി ഇതാണ് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. വിച്ച് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെൻ്റ് എ ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾ സി എന്ന് എഴുതാം. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഫ്രം ദി എബോവ് ഗ്രാഫ്. മനസ്സിലാക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ളത് റേഷണൽ ഫംഗ്ഷനാണ്. റേഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ ഷേപ്പ്, ഇങ്ങനത്തെ. മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. മനസ്സിലായല്ലോ? ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ക്വസ്റ്റ്യൻ സി, ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x - 1 ഹോൾ സ്ക്വയർ എന്നാണ്. എന്ത് ചെയ്യുക? സാധാരണ വരയ്ക്കുന്ന പോലെ എക്സും വൈ എക്സൊക്കെ വരയ്ക്കാം. എക്സിന് വാല്യൂസ് കൊടുക്കുക. എക്സിന് 0 കൊടുത്തൊക്കെ. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്താവും? 0 - 1 ഹോൾ സ്ക്വയർ. 0 - 1 എന്ന് പറഞ്ഞാൽ -1. -1ൻ്റെ സ്ക്വയർ +1. ഇനി എക്സിന് 1 കൊടുത്തൊക്കെ. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ എന്താവും? 1 - 1 0 ആണ് അല്ലേ? 0യുടെ സ്ക്വയർ 0 തന്നെ, 0 കിട്ടി. ഇനി എക്സിന് 2 കൊടുത്തൊക്കെ. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ എന്താവും? 2 - 1 1. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. എക്സിന് 3 കൊടുത്തൊക്കെ. 3 - 1 2. 2ൻ്റെ സ്ക്വയർ 4. ഇതാണ് പോസിറ്റീവ് സൈഡ്. ഇനി നെഗറ്റീവ് കൊടുക്കുക. എക്സിന് -1 കൊടുത്തൊക്കെ. അപ്പോൾ എന്ത് വരും? -1 - 1 -2. -2ൻ്റെ സ്ക്വയർ പോസിറ്റീവ് 4. എക്സ് -1 ആകുമ്പോൾ 4 വരും. എക്സിന് -2 കൊടുത്താൽ -2 - 1 -3. -3യുടെ സ്ക്വയർ 9 അല്ലേ? അപ്പോൾ ഞാനിവിടെ 4 വരെ വരച്ചിട്ടുള്ള. ഇത് വീണ്ടും മുകൾക്ക് പോകും. നമുക്ക് ജസ്റ്റ് ഷേപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളത് എഴുതണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇത് ഷേപ്പ് ഇത്രയും വരെ കിട്ടിയാൽ മതി, ചെയ്താൽ മതി. അപ്പോൾ നോക്കാം എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 1 അല്ലേ? എക്സ് 0 ആകുമ്പോൾ വൈ 1 ഈ പോയിന്റ്. അടുത്ത എന്താ? എക്സ് 1 ആകുമ്പോൾ വൈ 0. എക്സ് 1 ആകുമ്പോൾ വൈ കോർഡിനേറ്റ് 0. ഇനി എക്സ് 2 ആകുമ്പോൾ വൈ 1. എക്സിന് 2 ആകുമ്പോൾ വൈ 1 ഈ പോയിന്റ്. എക്സ് 3 ആകുമ്പോൾ വൈ എന്താണ്? വൈ 4 നേരെ ഈ പോയിന്റ്. ലെഫ്റ്റിൽ വരുമ്പോൾ എക്സ് -1 ആകുമ്പോൾ വൈ 4. എക്സ് -1 ആകുമ്പോൾ വൈ നേരെ 4 ഈ പോയിന്റ്. ഇത്ര വരെ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഷേപ്പ് നമുക്ക് കിട്ടി. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. പിന്നെ എക്സ് -2 കൊടുക്കുമ്പോൾ 9 വരും. അപ്പോൾ മുകളിലേക്ക് 9 ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കുക. നല്ല ഫിനിഷിങ്ങിൽ. ഞാനിപ്പോൾ റഫ് ഫിഗർ വരച്ചുകൊണ്ട് ഇങ്ങനെ അയക്കണം. നിങ്ങൾ നല്ല ഫിനിഷിങ്ങിൽ വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ അറിയുന്നതല്ലേ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദി ഫിഗർ ഷോസ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് എഫ് ഓഫ് 0 ആൻഡ് എഫ് ഓഫ് -0.01. നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫാണ്. എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈനും റേഞ്ചും അറിയണം. നോക്കി ഇതിൽ എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? അതാണല്ലോ ഡൊമൈൻ. എക്സ് ഏതും ഉണ്ട് അല്ലേ? എക്സിന് 0 ഉണ്ട്. 0 ആകുമ്പോൾ വൈ ഇവിടെ 1 വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് എക്സിൻ്റെ വാല്യൂസ്. എക്സിന് -1 കൊടുക്കുമ്പോഴൊക്കെ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇങ്ങോട്ടും പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. 0 ഉണ്ട്. അപ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. ഡൊമൈൻ ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഏത് വാല്യൂസിനും ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻഡ് ആണ്. റേഞ്ച് കാണുമ്പോഴോ റേഞ്ച് ഈസ് ഈക്വൽ ടു ഓക്കെ ഫംഗ്ഷൻ ഗ്രാഫ് കണ്ടോ നിങ്ങൾ? ഇവിടെ ഈ 0 ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അതിൻ്റെ താഴത്തേക്ക് ഇങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ എന്താണ്? എക്സ് 0 ആകുമ്പോൾ വൈ 1 ആണ്. എക്സ് 1 ആകുമ്പോഴും വൈയുടെ വാല്യൂ ഇങ്ങനെ 1 ആണ്. ഇവിടെ വൈ വാല്യൂസ് 1 ആണ്. നോക്കാം. ഇവിടെ എക്സ് 0 ആകുമ്പോൾ വൈ 1. എക്സ് 1 ആകുമ്പോഴും വൈ 1. അങ്ങനെ വൈ വാല്യൂസ് ഇവിടെ എന്താണ്? ഈ ഭാഗത്ത് വൈ വാല്യൂസ് 1 ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. എളുപ്പത്തിന് നോക്കിയേ. എക്സ് -1 ആകുമ്പോൾ വൈ -1 അല്ലേ? എക്സ് -2 ആകുമ്പോൾ വൈ -2 അങ്ങനെ പോകുന്നു. അപ്പോൾ ബാക്കിലോട്ട് ശരിക്കും പോകുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എന്താണ്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെന്ന് എഴുതും? റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -∞. ബാക്കിലോട്ട് പോകുന്നുണ്ട് 0 വരെ. 0 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 1 ഉണ്ട് അല്ലേ?
അപ്പോൾ ഇങ്ങനെ എഴുതാം -∞ ഓപ്പൺ ഇൻ്റർവെൽ -∞ 0 യൂണിയൻ സെറ്റ് 1 ഈ ഭാഗം ഈ ഭാഗം ഉണ്ടോ 1 ഏത് എക്സിന് 1 ആകുമ്പോഴും y1 x2 ആകുമ്പോൾ y1 എല്ലാം 1 തന്നെ. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ -∞ 0 യൂണിയൻ സെറ്റ് 1 എന്ന് എഴുതാം. അതാണ് റേഞ്ച്. ഇനിയും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ബി എന്താ എഫ് ഓഫ് സീറോയുടെ വാല്യൂ എത്രയാണ് നോക്കിയേ. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 അല്ലേ, ഇത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഈ ഡാർക്ക് പോയിന്റ് എന്ന് പറഞ്ഞത് അവിടം വരെ വരുന്നുണ്ട്, ഇവിടെ ഇത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. ഇനി നോക്കിയേ എഫ് ഓഫ് -0.01 അത് കാണാൻ എളുപ്പം. നേരത്തെ ഞാൻ പറഞ്ഞു എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1 ആണ്, എഫ് ഓഫ് -2 -2 ആണ്, എഫ് ഓഫ് -3 -3 അങ്ങനെയാണ് അത് പോകുന്നത്. ഇവിടെ ഇല്ല എന്ന് മാത്രം, ഇവിടെ അതുകൊണ്ടാണ് ഇത് ഇവിടെ എഫ് ഓഫ് ഈ പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എഫ് ഓഫ് -0.01 എന്ന് പറഞ്ഞാൽ എന്താണ് -0.01. മനസ്സിലായല്ലോ? നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് സം ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്, കുറച്ച് ഫങ്ഷൻസ് അതിൻ്റെ ഗ്രാഫും മനസ്സിലാക്കാനുണ്ട്. അതങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കൽ വന്നത് ഗ്രാഫ് തന്നു, കുറേ ഗ്രാഫുകൾ തന്നിട്ട് ഇത് ഏത് ഫങ്ഷൻ്റെ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ചോദിക്കുക മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഫങ്ഷൻസ് തരും, മറ്റേ സൈഡിൽ ഗ്രാഫും തരും, എന്നിട്ട് അതിൽ കറക്റ്റ് മാച്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഫങ്ഷൻസിൻ്റെ ഗ്രാഫിനെ കുറിച്ചൊരു ഐഡിയ വേണം. അത് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.